അത്യുന്നതനായ ദൈവത്തിന്റെ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാത ധ്യാനത്തിനായി നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ഓരോ ആത്മീയ വരവും വളരെ പ്രാധാന്യമേറിയതാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ആധാരവാക്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കൊരിന്ത്യരുടെ പുസ്തകം 12-ാം അധ്യായം 4-5 വാക്യം. അത് ഇപ്രകാരം പറയുന്നു: എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. ദൈവപൈതങ്ങളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളിൽ വളരെ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരേ കൃപാവരങ്ങളല്ല കൊടുത്തിരിക്കുന്നത്. ശുശ്രൂഷകളിലും വ്യത്യാസമുണ്ട്, എന്നാൽ കർത്താവ് ഒരുവൻ. പ്രിയപ്പെട്ട ദൈവപൈതങ്ങളെ, എന്റെയും നിങ്ങളുടെയും ഒരു ശരീരം എന്ന് പറയുന്നത് അനേകം അവയവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മളുടെ ശരീരം. എന്നാൽ ഓരോ അവയവത്തിൻ്റെയും പ്രവൃത്തി വ്യത്യസ്തമായ പ്രവൃത്തികളാണ്. കണ്ണിൻ്റെ ഉപയോഗം എത്ര പ്രാധാന്യമേറിയതാണ്. കണ്ണില്ലാത്തവർ നിരാശപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പ്രായമാകുമ്പോൾ അനേകർക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് അവർ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനെങ്കിലും ദൈവമേ കാഴ്ച തരണമേ എന്ന് പ്രായമുള്ളവർ പ്രാർത്ഥിക്കാറുണ്ട്. കണ്ണിന് എത്ര പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുപോലെ മൂക്ക്, നമുക്ക് മണക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര പ്രയാസമാണ് മൂക്ക് കൊണ്ട്. മൂക്ക് എത്ര പ്രാധാന്യത്തോടെ ദൈവം തന്നിരിക്കുന്നു. എൻ്റെ നിങ്ങളുടെ നാവുള്ളത് കൊണ്ടല്ലേ നമ്മൾ ആശയവിനിമയങ്ങൾ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നാവ് എത്ര പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ഓരോ അവയവവും വളരെ പ്രാധാന്യമേറിയതാണ്. ഓരോ അവയവത്തിനും വ്യത്യസ്തമായ ഉപയോഗമാണ് നമ്മൾക്ക് ഉള്ളത്. ഇതുപോലെയാണ് നമ്മളുടെ സഭ. നമ്മളുടെ സഭ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ശരീരമാണ്. ദൈവ മക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നതിനെയാണ് സഭ എന്ന് പറയുന്നത്. ഈ സഭയിലുള്ള ദൈവത്തിന്റെ ശരീരമാണ് സഭ. ആ സഭയിലുള്ള ഓരോ വ്യക്തികളുമാണ് അവയവങ്ങൾ. സഭയിലുള്ള ഓരോ വ്യക്തികളുടെയും ഉപയോഗം വ്യത്യസ്ത രീതിയിലാണ് സ്വർഗത്തിലെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനായി സ്വർഗത്തിലെ ദൈവം സഭയിൽ ആദ്യം തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളാണ് അപ്പോസ്തലന്മാർ. നമ്മുടെ സഭയിൽ അപ്പോസ്തലന്മാർ ഉണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ കൊണ്ടാണ് നമ്മളുടെ സഭ നിറഞ്ഞിരിക്കുന്നത്. ആരും അതിന്റെ പ്രാധാന്യം തിരിച്ചറിയാതാണ് പലപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഭയിലെ ഓരോ വിശ്വാസിയും സഭയുടെ അവയവമായിരിക്കുന്ന വിശ്വാസികളുടെ മേൽ സ്വർഗത്തിലെ ദൈവം വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അനേക കൃപാവരങ്ങളെ കൊണ്ട് ഓരോ അവയവത്തെയും ദൈവം നിറച്ചിരിക്കുകയാണ്. ചിലർക്ക് രോഗശാന്തിയുടെ വരമുണ്ട്, ചിലർക്ക് വചനം സംസാരിക്കാൻ, സ്നേഹിക്കാൻ, പരിപാലിക്കാൻ, ഇങ്ങനെ വിവിധ വരങ്ങൾ കൊണ്ട് അതിശയ പ്രവൃത്തി ചെയ്യാൻ കഴിയും. എല്ലാവരും ഉണ്ട് നമ്മുടെ സഭയിൽ. പലപ്പോഴും ഈ കൃപാവരങ്ങൾ ഈ അവയവങ്ങളായ ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരവരുടെ ലഭം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ എന്താണെന്ന് പലരും തിരിച്ചറിയാതെ അന്ധന്മാരെ പോലെ തടഞ്ഞു ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥയിലായിരിക്കുകയാണ് സഭ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ലഭിച്ച ഈ കൃപാവരങ്ങളെയെല്ലാം നമ്മുടെ സഭയിൽ കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സഭ എത്ര വളരും. ഒരു സ്വർഗീയമായ അന്തരീക്ഷം തന്നെ നമ്മുടെ സഭയിൽ ഉണ്ടാകുകയില്ലേ? ഇന്ന് പലരും പറയും സഭ ചത്ത അവസ്ഥയിലാണ്, സഭയ്ക്ക് വളർച്ചയില്ല, മക്കൾക്ക് വളർച്ചയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ ചുമത്താറുണ്ട്. ആരാണ് കാരണക്കാർ? ഓരോ അവയവങ്ങളായിരിക്കുന്ന നമ്മൾ തന്നെയാണ് കാരണക്കാർ. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ നമ്മൾ തിരിച്ചറിയാതെയാണ് ദൈവമക്കളെ നമ്മളുടെ സഭ അധപതനത്തിലേക്ക് പോകാൻ കാരണമായി തീർന്നിരിക്കുന്നത്. ഇന്ന് പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ ഈ കൃപാവരങ്ങൾ എന്താണെന്നൊന്ന് തിരിച്ചറിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ കൃപാവരങ്ങളെ സഭയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സഭ വളർന്നു പന്തലിച്ച് അനുഗ്രഹിക്കപ്പെട്ട സഭയായി തീരും. അപ്രകാരമായി തീരുവാൻ ഇന്ന് എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ അടിയങ്ങളുടെ സ്വർഗീയ പിതാവേ,
നന്ദിയോടെ അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്റെ പിതാവേ, അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾക്കായി സ്തോത്രം. വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഓരോ ദൈവ പൈതങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ആ കൃപാവരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ കൃപാവരങ്ങളെ സഭയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുവാൻ, ചുറ്റുമുള്ള ജനങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുവാൻ ഓരോ ദൈവ പൈതലിനെയും ദൈവം സഹായിക്കുമാറാകണം. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. അവരുടെ എല്ലാവിധമായ ആത്മീയ വളർച്ചയ്ക്ക്, അവരുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക്, അവരുടെ ഭവനത്തിന്റെ അനുഗ്രഹത്തിന് ഇന്ന് സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കുമാറാകണം. കാലം അതിന്റെ അവസാനത്തിൽ നിൽക്കുമ്പോൾ അടിയങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ചാട്ട് ഇന്ന് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് നിവർത്തിച്ചു കൊടുക്കണമേ. അങ്ങയുടെ വരവിൽ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും മനോഹരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.